വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടുന്ന മുൻഗണന കെ.എം. ഷാജിക്ക് കിട്ടില്ലെന്ന് വേങ്ങരയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സബാഹ് കുണ്ടുപുഴക്കൽ. വേങ്ങരയിൽ ഇതുവരെ ഒരു വികസനവും നടന്നിട്ടില്ല. വേങ്ങരയിൽ അട്ടിമറി സംഭവിക്കും. IAS അക്കാദമി ഉൾപ്പെടെയുള്ള തന്റെ വികസന പദ്ധതിയിൽ ഉണ്ടെന്നും സബാഹ് കുണ്ടുപുഴക്കൽ പറഞ്ഞു. വേങ്ങരയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി സബാഹ് കുണ്ടുപുഴക്കൽ ഇപ്പോൾ മീഡിയാവോടൊപ്പം ചേരുകയാണ്. അവസാന ലാപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരികയാണ്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമുക്കിങ്ങനെ ആത്മവിശ്വാസം കൂടി വരിക. അതിന് നമ്മൾ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഈ മത്സരത്തിന് പോകുന്നത്. വേങ്ങരയുടെ രാഷ്ട്രീയം അത് തന്നെയാണ് നമ്മളെ വികസനമാണ്. വേങ്ങരയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേങ്ങരയുടെ വികസനമാണ്. അതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിന് മാറി കുറെ വിവാദങ്ങളിലേക്ക് പോകാറിഞ്ഞാൽ ഇവിടുത്തെ യഥാർത്ഥ കാര്യത്തിൽ നിന്ന് മാറിപ്പോവുക. അതാണ് അതിന്റെ ഉദ്ദേശം. വേങ്ങരയുടെ വികസനം പറഞ്ഞു തന്നെയാണ്. അതെ, വേങ്ങരയുടെ വികസനം മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ എതിർ സ്ഥാനാർത്ഥി പറയുന്ന പോലെ സംസ്ഥാനത്ത് വേറെ കുറെ കാര്യങ്ങളിലേക്ക് പോകലൊന്നുമല്ല. അതായത് ഞാൻ വേങ്ങരക്കാരനാണ്, വേങ്ങരയ്ക്ക് വേണ്ടി മത്സരിക്കുന്നതെന്നാണ് പറയുന്നത്. അല്ല, സാധാരണഗതിയിൽ പല തെരഞ്ഞെടുപ്പുകളിലും മണ്ഡലങ്ങൾ പല പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് മണ്ഡലങ്ങൾ മത്സരിക്കാറുണ്ടല്ലോ. അല്ല, അതിന് നമ്മളൊരു കുറ്റം പറഞ്ഞില്ലല്ലോ. വേങ്ങരയിലെ സവിശേഷത എന്താന്ന് പറഞ്ഞാൽ ഇതുവരെ ഈ നാട്ടിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി വന്നിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. വേങ്ങരയിൽ ഒരു സ്ഥാനാർത്ഥി വരണ്ടേ? കൊല്ലത്തുനിന്നും കോഴിക്കോട്ടുനിന്നും മഞ്ചേരിയിൽ മലപ്പുറത്തും അവസാനം വയനാട്ടിൽ നിന്നും കൊണ്ടുവന്നു. അതായത് വേങ്ങരക്കാരോടൊരു വെല്ലുവിളി പോലെയാണ്. അതായത് ആരെ കൊണ്ടു നിർത്തിയാലും ജയിക്കും. ഇനി വന്ന ആളുകളോ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയും. ഇപ്പൊ വേങ്ങരയിൽ വലിയ വിഷയം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ കാണും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ എന്താ പറയാ വികസന തുടർച്ച. ഇവിടെ എന്ത് തുടർച്ചയുള്ളത്? വേങ്ങരയില് നമ്മളെ റോഡ് ബ്ലോക്ക്, അത് തുടർച്ച. മറ്റേ ഗവൺമെന്റ് ഹോസ്പിറ്റൽ സംസ്ഥാനത്ത് എവിടെയും ഇല്ലാത്ത രൂപത്തിൽ എല്ലാ മണ്ഡലത്തിലും കിടത്തി ചികിത്സ ഉണ്ടാകുമ്പോൾ വേങ്ങരയിൽ കിടത്തി ചികിത്സ ഇല്ല. വേങ്ങരയിൽ ഫയർ സ്റ്റേഷൻ ബിൽഡിങ്ങും പൈസയായിട്ട് ഉണ്ടാക്കിയില്ല. അതേപോലെ ട്രഷറി തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് കെട്ടിട സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാറി. പിന്നെ ആ സ്റ്റേഡിയത്തിനെ പറ്റി പിന്നെ പറയണ്ട. അതായത് ഒരു നിലക്കും നിർമ്മിക്കാൻ അറിയാത്ത ആളുകളെ ഇപ്പൊ നമ്മളെ സ്റ്റേഡിയത്തിന് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. ഞങ്ങൾ തുടങ്ങി 4 വർഷം കൊണ്ട് അത് പൂർത്തീകരിച്ച് നല്ല ഭംഗിയാക്കി. ഇതേ സ്ഥാനത്ത് ഇതേ സമയത്ത് തുടങ്ങിയത് എങ്ങും എത്താതെ ഏകദേശം 9 കോടി രൂപ നശിപ്പിച്ച് ഒരു സ്റ്റേഡിയം ഇതന്നെ. അപ്പൊ ഒരു വികസനം എത്താതെ ഒരു വികസനവും നടന്നില്ല എന്ന് മാത്രമല്ല, എന്നിട്ട് അതിന്റെ മഹിമ പറയും ചെയ്യാം. അതായത് വികസന തുടർച്ച. പിന്നെ ഇതിലിപ്പോ വലിയ പ്രയാസം കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞാല് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്രയോറിറ്റി ഉണ്ട് ഈ നാട്ടില്. അതുകൊണ്ടായിരുന്നു ഇത് ഇത്ര കാലം എല്ലാരും ഇങ്ങനെ അദ്ദേഹം നിൽക്കുമ്പോ എന്ത് ചെയ്യും, കുറെ ആളുകളൊക്കെ പഴയ ആളല്ലേ, നമുക്കൊക്കെ വേണ്ട പ്രയോറിറ്റി അത് കിട്ടൂലല്ലോ. അദ്ദേഹത്തിന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു സീനിയർ നേതാവ്, ഞാനടക്കമുള്ള ആളുകളൊക്കെ വലിയ തരത്തിൽ ബഹുമാനിക്കുന്ന കുറെ കുടുംബ വോട്ടുകളും കിട്ടുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കിട്ടുന്ന ഒരു പ്രയോറിറ്റിയും സാഹിബിന് കിട്ടൂലല്ലോ. കെ.എം. ഷാജി ഒരു മുഴുനീള രാഷ്ട്രീയക്കാരനാണ്. താങ്കൾ രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് തോന്നുന്നു കുറെ കൂടെ ആക്റ്റീവായത്. ഒരു മുഴുനീള രാഷ്ട്രീയക്കാരനാണോ ഇപ്പോൾ? രാഷ്ട്രീയം എന്ന് പറഞ്ഞ രാഷ്ട്രീയം നമ്മളെ അങ്ങോട്ടില്ലെങ്കിൽ രാഷ്ട്രീയം നമ്മളെ കൊണ്ടുപോകും. ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം അങ്ങനെയൊക്കെയുണ്ട്. രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം കൂടിയതാണ്. അല്ലാതെ മുഴുവൻ നീള എന്റെ ചെലവിന് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്ന ആളല്ല. ഇത്തവണ വലിയ അട്ടിമറി വേങ്ങരയിൽ സംഭവിക്കും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ കുഞ്ഞാലിക്കുട്ടിക്ക് സാഹിബിന് കിട്ടിയിരുന്ന ആ ഒരു പരിഗണന ഒരു പക്ഷേ എതിർ സ്ഥാനാർത്ഥിക്ക് തവണ കിട്ടില്ല. അത് തനിക്ക് ഗുണം ചെയ്യും. വേങ്ങരയിൽ അട്ടിമറി ഉണ്ടാകും എന്നുകൂടി സബാഹ് കുണ്ടുപുഴക്കൽ പറഞ്ഞു വെക്കുകയാണ്. അൻരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടുങ്ങി, മീഡിയ 1 മലപ്പുറം.